ശാലോം ടിവിയിലെ പ്രേക്ഷകർക്ക് ഏവർക്കും സൺഡേ ചാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ മറ്റം ഫൊറോനയിലെ എളവള്ളി സെൻറ് ആൻ്റണീസ് ചർച്ചിലേക്കാണ്. ഇവിടെ ഒത്തിരി മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളും എനർജറ്റിക് ആയിട്ടുള്ള ഫാദർ എല്ലാവരും ഉണ്ട്. ദൈവസ്നേഹത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം. അപ്പോൾ അവരുടെ എനർജി നമുക്ക് എല്ലാവർക്കും നേരിട്ട് കാണാം. ലെറ്റ്സ് ഗോ. തൃശ്ശൂർ അതിരൂപതയിൽ മറ്റം ഫൊറോനയിലുള്ള മനോഹരമായൊരു ദേവാലയമാണ് എളവള്ളി സെൻറ് ആൻ്റണീസ് ചർച്ച്. തോമാസ് ലീഹായുടെ പാദസ്പർശമേറ്റ പാലയൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം പുരാതനമായ ചിറ്റാട്ടുകരയിലെ സെൻറ് ആൻ്റണീസ് ചർച്ചിന്റെ ഭാഗമായിരുന്നു. 1925 എളവള്ളിയിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിൽ ഈ ദേവാലയം സ്ഥാപിതമാകുന്നത്. 300-ൽ താഴെ കുടുംബങ്ങളെ ഇവിടെയുള്ളൂ. എങ്കിലും തീഷ്ണമായ വിശ്വാസത്തിൽ അടിയുറച്ച സമൂഹമാണ് ഇവിടെയുള്ളത്. എളവള്ളിയിലെ ദൈവജനത്തിന് ധാർമ്മികമായ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായ ജീവിതം നയിക്കാനും തലമുറകൾക്ക് വിശ്വാസം പകർന്നു നൽകാനും കൂദാശകൾ സ്വീകരിച്ച് വളരാനും ഈ ദേവാലയം ഇവിടെ ഒരു അനുഗ്രഹമായി നിലകൊള്ളുന്നു. നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് എളവള്ളി ഇടവകയിലെ വികാരിയച്ഛനായിട്ടുള്ള ഫ്രാങ്ക്ലിൻ അച്ഛനെയാണ്. അച്ഛൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അച്ഛൻ്റെ വിശേഷങ്ങളും ഇടവകയിലെ വിശേഷങ്ങളും അതേപോലെ തന്നെ കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അച്ഛാ, അച്ഛാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇടവകയിലെ വിശേഷങ്ങളും അതേപോലെ തന്നെ കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷമാണ്. ഇവിടെ ഞാനിപ്പോൾ വന്നിട്ട് ഒരു കൊല്ലം പൂർത്തിയായി. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ വന്നത് ഇവിടെ. അതിനുശേഷം ഇവിടുത്തെ അപ്പോഴേക്കും എന്താ പറയുക, പരീക്ഷകളുടെയൊക്കെ സമയമായിരുന്നു. എന്നിരുന്നാലും ഞാൻ കുട്ടികളെ പരിചയപ്പെട്ടു. ഇപ്പോൾ സംഘടനകളുണ്ട്, CLC ഉണ്ട്, അൾത്താര സംഘം, എല്ലാം നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുടെ ഭാഗത്ത്. പിന്നെ തിരുബാല സഖ്യം തുടങ്ങി, അതിലുണ്ട് കുറച്ച് കുട്ടികൾ. ഞാനിവിടെ കുറച്ച് കുട്ടികളെ കണ്ടു, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ്. സിസ്റ്ററിന്റെ നേതൃത്വത്തില് തിരുബാല സഖ്യം ഒരു പ്രാർത്ഥനയും പാട്ടും കഥകളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അത് നമ്മൾ ഈ മറ്റിടവകൾക്കൊക്കെ മാതൃകയാവുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ എളവള്ളി ഇടവകയിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒരുപാട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഇവിടെ ഇപ്പൊ കഴിഞ്ഞ വർഷം നടന്നത്, നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും പ്രത്യേകമായിട്ട് കുർബാനയിൽ സമർപ്പണം കാര്യങ്ങൾ നടത്തും, പ്രയറൊക്കെ ആയിട്ട്. അതിനുശേഷം ആ തുക സമാഹരിച്ചിട്ട് നമ്മൾ ഒരു അഗതി മന്ദിരത്തിലേക്കായി ഇപ്രാവശ്യം പോയത്. നമ്മൾ ചൊവ്വന്നൂർ മെറീന ഹോമിലേക്കാണ് പോയത്. അർത്ഥവത്തായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നു എല്ലാവരും കൂടിയിട്ട്. അച്ഛനെ കുറിച്ചും പറയാൻ കുട്ടികൾക്ക് 100 നാവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര കമ്പനി എനിക്ക് മനസ്സിലായി. കുട്ടികളായിട്ട് നമ്മളൊരു കമ്പനിയാണ്. നമുക്ക് ഫ്രീഡം ഉണ്ട് അവരോട് സംസാരിക്കാനും ഒക്കെ ആയിട്ട്. ഓക്കെ. സൺഡേ ചാറ്റ് ഇപ്പോൾ ആയിരിക്കുന്നത് എളവള്ളി സെൻറ് ആൻ്റണീസ് ചർച്ചിലെ കാറ്റീസത്തിലെ മിടുക്കന്മാരും മിടുക്കിമാരും കൂടിയാണ്. മാത്രമല്ല അവർ അധ്യാപകർ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ഹലോ, എല്ലാവർക്കും സന്തോഷമാണോ? നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്താണെന്നറിയോ? കുറച്ച് പേർക്കൊക്കെ അറിയാം അല്ലേ? അറിയാവുന്നവരൊന്നും ഉറക്കെ പറഞ്ഞു. എന്താണ്? ദൈവസ്നേഹം അല്ലേ? ദൈവസ്നേഹം എല്ലാവരും അനുഭവിച്ചറിഞ്ഞവരാണോ? ആണോ? സത്യസന്ധമായിട്ട് പറഞ്ഞോ. ആണ് അല്ലേ? അതെ. എനിക്ക് ഈ ദൈവസ്നേഹം എന്ന് പറഞ്ഞ ടോപ്പിക്ക്, അല്ലെങ്കിൽ ദൈവസ്നേഹം എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ മൈൻഡിലേക്ക് വരുന്ന ഒരൊറ്റ സംഭവമാണ്. എന്തായിരിക്കും? ആർക്കെങ്കിലും ഊഹിച്ച് പറയാൻ പറ്റുമോ? ഈശോ. ഓക്കെ. എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. ദൈവസ്നേഹം എന്ന് കേട്ടാ അപ്പ വരുന്ന പാട്ട്. അതെ, ടീച്ചർ പറഞ്ഞു. ഏത് പാട്ടായിരിക്കും? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ. ആ പാട്ട് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? എല്ലാവർക്കും അറിയാം അല്ലേ? എന്നാ 4 വരി ഒന്ന് നമുക്ക് ഉറക്കെ പാടിയാലോ? എളവള്ളിക്കാരൊക്കെ കേൾക്കട്ടെ നമ്മുടെ എനർജി. റെഡി? ഓക്കെ, റെഡി? 1 2 3 ഗോ. നന്ദി ചൊല്ലി അടിപൊളി കേട്ടോ, അടിപൊളി. നല്ലൊരു കൈഡി നിങ്ങൾക്ക് തന്നെ കൊടുക്ക്. നമ്മുടെ ഈ ഒരു പാട്ടിൽ തന്നെ നമ്മളിന്ന് പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ എന്തില്ല, വാക്കുകൾ പോരാ. കാരണം നമുക്ക് പറയാൻ പറ്റില്ല അത്രയധികം അല്ലേ? അപ്പോൾ ദൈവസ്നേഹത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ത്രൂ ഔട്ട് സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. ഓക്കെ. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പള്ളിയുടെ പേരെന്താണ്? ഇത്ര പേർക്ക് സമ്മാനം തരാനുള്ള അവസ്ഥ ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് അതിന്ന് ഒന്നും കൂടി പ്രിസൈസ് ആയിട്ട് ചോദിക്കുകയാണ്. സെൻറ് ആൻ്റണീസ് അല്ലേ, നമ്മുടെ അന്തോണീസ് പുണ്യാളൻ്റെ കബറിടം എവിടെയാണ്
ഉള്ളത്? അതെ, ഒരാള് ചാടി കയറി. ഞാൻ മൈക്ക് തരാം. മൈക്ക് ഒന്ന് കൈമാറും ആൾക്ക്. എവിടെയാണ്? പാതുവായില്. അടിപൊളി, നല്ലൊരു കൈ കൊടുക്ക്. പേരെന്തായിരുന്നു? ജോഷു ആണ് ഉത്തരം പറഞ്ഞത്. നമുക്ക് സമ്മാനം. നമ്മൾ ആദ്യം ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ ചോദ്യത്തിന് ആരാണ് ഉത്തരം പറയുന്നത് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ദൈവം സ്നേഹമാകുന്നു എന്ന വചനമുണ്ടല്ലോ, ആ വചനത്തിനെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? ആരായിരിക്കും ഇതിന്ന് ഒരു മിടുക്കനോ മിടുക്കിയോ ആ ഒരു വിശദീകരണം തരാൻ പോകുന്നത്? ഒന്ന് കൈപൊക്കാമോ? യെസ്, അവിടെ ഒരു മിടുക്കി കൈപൊക്കിയിട്ടുണ്ട്. പേരെന്താണ്? അനിഹയാണ് പറയാൻ പോകുന്നത്. അനിഹ, ചോദ്യം വ്യക്തമായില്ലേ? ദൈവം സ്നേഹമാകുന്നു എന്ന വചനം അത് നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? നമ്മെ പരിപാലിച്ചും നമ്മെ അവിടുത്തെ മക്കളാക്കി തീർത്തും പലവിധ രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ചും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഈ വചനം ആലോചിക്കുമ്പോൾ ഞാൻ ഈ ഒരു തിരുവചനം എൻ്റെ മനസ്സിൽ വരികയാണ്. സങ്കീർത്തനം 91 അധ്യായം, തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. ഈ വചനം ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന ചിന്ത എപ്പോഴും വരാറുണ്ട്. നമ്മെ സ്നേഹിച്ചും നമ്മെ പരിപാലിച്ചും ഈശോയെ തന്നും ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇതിനും കൂടുതൽ പറയുകയാണെങ്കിൽ വാതോരാതെ അല്ല, ഇതിനും കൂടുതൽ ഇനിയൊന്നും പറയാനില്ല. നല്ലൊരു കൈഡി കൊടുക്കാം. കാരണം ഉണ്ടല്ലോ, ഞാൻ ഇപ്പോഴും പറയണ്ട, ഇവിടെ നമ്മുടെ കാറ്റീസം പ്രധാന അധ്യാപകരും എല്ലാവരും, മുമ്പുള്ള ആൾക്കാരും ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, ഭാവി ഇളവള്ളിക്ക് ഒരു വാഗ്ദാനമാണ് ഈ കുട്ടി. ദൈവസ്നേഹത്തെ പറ്റിയിട്ട് ഇത്രയും നല്ല രീതിയിൽ പറയാൻ വേറെ ആർക്ക് പറ്റും? അല്ലേ? നല്ലൊരു കൈഡി കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ പാടിയ പാട്ട് പോലെ തന്നെ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാൻ ഈ ജീവിതം തന്നെ പോരാതെ വരും. കാരണം ഈശോ നമുക്ക് വേണ്ടി കാൽവരിക്കുന്നിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അതെല്ലാം കഴുകിക്കളയാൻ വേണ്ടി ഈശോ മരിച്ചു. അത്രയും വലിയൊരു സ്നേഹം പിന്നീട് ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിലുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു സ്നേഹം ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. ഇനി എനിക്ക് തോന്നണത് ഇതില് ചേട്ടന്മാരും ചേച്ചിമാരും ഒരു മുക്കിൽ ഒതുങ്ങി നിന്ന് ഒന്നും അനങ്ങാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുന്നത്. നിങ്ങളിങ്ങനെ ഒളിച്ചും പാത്തൊക്കെ നിൽക്കരുത്. കാരണം ഇത് നമ്മുടെ സമയമാണ്. കാരണം നമ്മുടെ ഈശോനെ പറ്റി സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ്. സോ നിങ്ങൾക്ക് അവസരമുണ്ട്. അടുത്ത 2 ചോദ്യം കൂടി ഞാൻ ചോദിച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ഉത്തരം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് 1-2 ചോദ്യം ചോദിക്കും. നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ ഇവരെക്കാൾ എക്സ്പീരിയൻസ് നിങ്ങൾക്കല്ലേ വേദോപദേശത്തിൽ. അപ്പം നിങ്ങളത് പറഞ്ഞിരിക്കണം. ഓക്കെ, ഒരു ജനറൽ ആയിട്ടൊരു ചോദ്യം. ദൈവസ്നേഹമാണല്ലോ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ ഈ ദൈവസ്നേഹത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ദൈവവചനങ്ങൾ എത്ര എണ്ണം ആർക്കൊക്കെ പറയാൻ പറ്റും? അവിടെ ഒരു മിടുക്കൻ കൈവക്കിയിട്ടുണ്ട് അല്ലേ? മിടുക്കൻ്റെ കയ്യിൽ മൈക്കുണ്ട്. ഏതെങ്കിലും കുറച്ച് വചനങ്ങൾ പറഞ്ഞു നോക്കിയേ. തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 1, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. 2, ദൈവം സ്നേഹമാകുന്നു, അതിനാൽ സ്നേഹം അവിടെ നിന്ന് വരുന്നു, അതിനാൽ നാം സ്നേഹിക്കണം. 3, സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനും വലിയ സ്നേഹമില്ല. 4, ദേവദൂതന്മാരുടെയോ മനുഷ്യപുത്രന്മാരുടെയോ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. 5, നാം പരസ്പരം സ്നേഹിക്കണം, എന്തുകൊണ്ടെന്നാൽ സ്നേഹിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവരിലും വസിക്കുന്നു. ഞാനേ ഈ 6ാമത്തെ വചനത്തിൽ ഇവിടെ റെസ്ട്രിക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ആളെ. കാരണം എന്താ അറിയോ, നമുക്ക് ഒന്നാമത് സമയമില്ല. ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരാൾ വചനം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ മിനിമം 1 മണിക്കൂറെങ്കിലും നിർത്താതെ പറയുന്ന എനിക്ക് തോന്നുന്നുണ്ട് ദൈവസ്നേഹത്തെ പറ്റിയുള്ള വചനം. കാരണം അത്ര അധികം വചനങ്ങൾ നമ്മുടെ ബൈബിളിലെ ദൈവസ്നേഹത്തെ പറ്റി മാത്രം പറയുന്നുണ്ട്. എന്താ മിടുക്കൻ്റെ പേരെന്താ? നോബിന് നല്ലൊരു ഐഡിയ കൊടുക്കാം. നോബിന് ഈ ഒരു സമ്മാനം പോരാ, എന്നിരുന്നാലും തൽക്കാലം നോബിന് ഞങ്ങൾ ഈ സമ്മാനം തരുന്നു. നല്ലൊരു ഐഡിയ കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ മാത്രമല്ല അല്ലേ, നിങ്ങളുടെ കൂടെ നിങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കൂട്ടായ്മയിൽ കുറേ അധികം ആളുകൾ ഇതിൽ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുണ്ട് ഇല്ലേ? ശരിയല്ലേ? അപ്പോൾ അതിലൊരാളാണ് നമ്മുടെ പള്ളിയുടെ നെടുന്തൂണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എല്ലാ പള്ളിയിലും ഒരു നെടുന്തൂണ്. ആരായിരിക്കും അത്? നമ്മുടെ വികാരിയച്ഛനാണ്. അതേപോലെ തന്നെ വികാരിയച്ഛൻ ഈ ജോലികൾ പലർക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ പള്ളിയിൽ നിങ്ങളുടെ ഈ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത് പ്രധാന അധ്യാപകൻ ആരാണ്? റാണി ടീച്ചർ. ടീച്ചർ എവിടെ? റാണി ടീച്ചർ ഇവിടെയാണോ? ടീച്ചറെ നമുക്ക് ആദ്യമേ തന്നെ ഈ സെന്ററിലേക്ക് ഒന്ന് വിളിക്കാം. ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള പിള്ളേരെ സെറ്റ് ചെയ്ത് കൊണ്ടുവരില്ല അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് ഞങ്ങൾക്കറിയാം. അത് ടീച്ചർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ദൈവസ്നേഹത്തിന്റെ ഈ മക്കള്. ടീച്ചർക്ക് നല്ലൊരു കൈഡി കൊടുക്ക്.
ടീച്ചറെ ഒന്നുമില്ല, ജനറൽ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഈ ദൈവസ്നേഹം ഈ കുട്ടികൾക്ക് ഇത്ര നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നത്? ഈശോയെ തന്നെ മാതൃകയാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ദൈവസ്നേഹത്തെ കുറിച്ച്. ആ സംഭവത്തെ എല്ലാ ടീച്ചർമാരും ചെയ്യുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ഇവിടെ നിൽക്കുന്ന ഈ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് മെല്ലെ കടക്കുകയാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക, കാരണം ഉത്തരം പറഞ്ഞവർക്ക് സമ്മാനമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് പറയേണ്ട ഒരു ചോദ്യം കൂടിയാണ്. ഞാൻ ഈ ഉത്തരം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരുടെ കയ്യിൽ നിന്നാണ്. ദൈവം നമ്മെ എങ്ങനെ സ്നേഹിക്കുന്നു? ആരായിരിക്കും ഇതിന് മറുപടി പറയാ? ആരായിരിക്കും? അതെ, അവിടെ ഒരാൾ കൈവക്കിയുണ്ട്. അതെ, ഒരു ചേച്ചി തന്നെയാണ് കൈവക്കിയത്, ഒരു മുതിർന്ന അല്ലേ? അയനയാണ് ഇതിനുള്ള മറുപടി പറയാൻ പോകുന്നത്, ഉത്തരം പറയാൻ പോകുന്നത്. അയനയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ആദ്യമായി തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളിലൂടെയാണ്. നമുക്ക് എത്ര മാത്രം പ്രശ്നങ്ങൾ ഉണ്ടായാലും അവരായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരുടെ ഓരോ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ജീവിതം എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഈ പ്രസൻ്റ് ആയിട്ടുള്ള കാലത്തിൽ നമ്മുടെ മാതാപിതാക്കളാണ്. പിന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി നന്മകൾ നമുക്ക് തരുന്നുണ്ട് ജീവിതത്തിൽ. അതായത് ചിലപ്പോൾ കൂട്ടുകാരിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വികാരിയച്ഛൻ, പിന്നെ ടീച്ചർമാർ, അങ്ങനെ ഒട്ടനവധി നല്ല നല്ല ആൾക്കാർ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് അതൊക്കെ ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു സ്നേഹത്തിൻ്റെ മാതൃകയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ലൊരു ഐഡിയ കൊടുക്കാം അല്ലേ? അയന അല്ലേ? അയനല്ലേ പറഞ്ഞേ? അയന. അപ്പോൾ അയന, അടിപൊളി ഉത്തരം. ഇനി നമ്മുടെ ഈ ഒരു സമയത്ത് കുറച്ചധികം ഡാൻസേഴ്സ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവരൊരു ശാലോം ടി വിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡാൻസ് ഒരുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അതൊന്ന് കണ്ടാലോ? ആർ യു റെഡി? ഡാൻസ് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നോ? ഈ ഡാൻസ് കളിച്ചവരൊന്ന് കൈ പൊക്കോ, കാരണം അവരൊഴിച്ച് ബാക്കിയുള്ളവർക്ക് നല്ലൊരു കൈഡി കൊടുത്തവർക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ദൈവസ്നേഹമാണ് നമ്മുടെ ടോപ്പിക്ക്. നമുക്ക് അടുത്ത ചോദ്യം, നിങ്ങൾക്ക് സമ്മാനം നേടാനുള്ള അടുത്ത ചോദ്യം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത് നമ്മെ മറ്റുള്ളവർക്ക് എങ്ങനെ പെരുമാറാനായിട്ട് പ്രേരിപ്പിക്കുന്നു? ഇവിടെ ഒരു കുട്ടി ഉത്തരം പറയുന്നുണ്ട്. മൈക്കൊന്ന് കൊടുക്കാം. പേര് പറഞ്ഞോളൂ.
റോസ്മി. ഓക്കെ, ഉത്തരം നമുക്കൊന്ന് കേൾക്കാം. മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് പാവങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം തന്നെ മാറ്റിവെച്ച് ഓരോരുത്തർക്കും സഹായം ചെയ്യുക, പിന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, ആ എല്ലാ കാര്യങ്ങളോടും മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കുക. എൻ്റെ പൊന്നു, എനിക്ക് തോന്നുന്നു ഞാനൊരു വേദേശ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ഫീൽ എനിക്ക് കിട്ടുന്നു. കാരണം റോസ്മി പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അധ്യാപകർ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങളാ അല്ലേ? നല്ലൊരു ഐഡിയ കൊടുക്കാം. അതായത് നമ്മൾ ഈ പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ദൈവസ്നേഹം മറ്റുള്ളവരറിയും. ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അവരെ സഹായിക്കുന്നു. ചിലപ്പോൾ ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ഒരു ചേട്ടൻ റോഡ് കൂടെ നടന്നു പോകുന്ന സമയത്ത് ആളെ എന്താ പറയുക, റോഡ് മുറിച്ച് കിടക്കാനായിട്ട് സഹായിക്കുന്നു. കൂട്ടുകാരൻ വിഷമിച്ചിരിക്കുമ്പോൾ സമാധാനിപ്പിക്കുന്നു. അപ്പനും അമ്മയും വിഷമിക്കുമ്പോൾ അവരെ സമാധാനിപ്പിക്കുന്നു. ഇതിലൂടെയൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് പറ്റും അല്ലേ? ഇപ്പോൾ റോസ്മി കുട്ടിക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണം. ഈ സമ്മാനം കൊടുക്കാനായിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിവിടെ വിളിക്കാന്ന് വെച്ചിട്ട് കുറേ നേരം നിൽക്കണം. കാരണം ഈ ഇളവള്ളി ഇടവകയും ശാലോം ടിവിയെയും കണക്ട് ചെയ്യുന്ന ഒരു മഹാ വ്യക്തിത്വം ഇവിടെ ഉണ്ട്. ശാലോം ടി വി ഡയറക്ട് ബോർഡിലുള്ള നമ്മുടെ ജോബി ചേട്ടൻ. അപ്പോൾ ഈ സമ്മാനം കൊടുക്കാനായിട്ട് ജോബി ചേട്ടനെ സ്നേഹത്തോടെ ഞാൻ ഈ ഒരു അവസരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈഡി പോരാട്ടോ നിങ്ങൾ. ഓക്കെ, അപ്പോൾ റോസ്മി കുട്ടി രണ്ടാമത്തെ സമ്മാനം മേടിച്ചുട്ടാ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് കിടക്കുകയാണ്. വേറൊന്നല്ല, അടുത്ത ചോദ്യം. ഈശോ നമ്മളെ പഠിപ്പിച്ചൊരു ഉപമയുണ്ട് ദൈവസ്നേഹത്തെ പറ്റിയിട്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തെ പറ്റിയിട്ട് ഈശോ നമ്മളെ പഠിപ്പിച്ച ഒരു ഉപമ. ആ ഉപമ ചെറിയ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ? മിടുക്കൻ വീണ്ടും കൈപ്പൊക്കിയിട്ടുണ്ട്. പേരെന്തായിരുന്നു? നോബി തന്നെയാണ് ഉത്തരം പറയുന്നത്. നോബിൻ. ഓക്കെ, നോബിൻ്റെ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും കേൾക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്ന ധൂർത്തുപുത്രന്റെ ഉപമയാണ്. അതായത് പാപം ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകനെ സ്നേഹത്തോടെ തിരിച്ചു വിളിക്കുന്ന ഒരു പിതാവിൻ്റെ കഥയാണത്. തൻ്റെ സ്വത്തിൻ്റെ പാതി എടുത്ത് ദൂരദേശത്ത് പോയി ദൂർത്തടിച്ച് ജീവിച്ച് പിന്നീട് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരുമ്പോൾ മകനെ കൈനീട്ടി സ്വീകരിക്കുന്ന പിതാവിൻ്റെയും കഥയാണത്. പാപം ചെയ്ത് നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയാലും തിരികെ വിളിക്കുന്ന ഒരു ദൈവം, ഒരു പിതാവ് നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് ഈശോ വ്യക്തമാക്കി തന്നൊരു ഉപമയാണത്. ഇത് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു വേറെ ആരും പറഞ്ഞു തരില്ല. നോബിൻ വീണ്ടും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നോബിന് നല്ലൊരു കൈഡ് കൊടുക്കാം. നോബിൻ ഒന്ന് ഫ്രണ്ടിലേക്ക് വിളിക്കാം. നോബിൻ പ്ലീസ് കം. നോബിന് എനിക്കൊരു സമ്മാനം കൂടി കൊടുക്കാനായിട്ട് ആഗ്രഹം. ഇതിൻ്റെ ഇടയിൽ ഒരു സിസ്റ്റർ ആയിട്ടുള്ളൊരു ടീച്ചർ ഉണ്ട്, കാറ്റി സദ്യ. സിസ്റ്റർ ഞാൻ ഏറ്റവും സ്നേഹത്തോട് കൂടിയിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സിസ്റ്റർ ഒരു മിനിറ്റ്. സിസ്റ്ററെ, നമ്മുടെ കുട്ടികളെ പറ്റിയിട്ടൊക്കെ എന്തായിരിക്കും? നല്ല ഇടവകയാണ്. എനിക്ക് ഇവിടെയുള്ള കുട്ടികളും തന്നെ എല്ലാ മാതാപിതാക്കളും പേരൻസും അതുപോലെ ടീച്ചേഴ്സും തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മുന്നിട്ട് നമ്മുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു ഇടവകയാണ് ഇളവള്ളി. പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളോട് മിങ്കിളാവാനും എന്ത് കാര്യത്തിനും ചോദിക്കുമ്പോഴും ഉത്തരം അവർ പറയാറുണ്ട്. ക്ലാസ്സിലാണെങ്കിലും കുട്ടികൾ നല്ല അച്ചടക്കത്തോടും നല്ല പറയുമ്പോൾ തന്നെ ബഹുമാനത്തോടും കൂടി അവർ സംസാരിക്കാറുണ്ട്. പിന്നെ കൂടുതലും ഞാൻ ക്ലാസ്സുകളിലൊക്കെ എല്ലാ ദിവസവും വചനം പഠിക്കാൻ പറയാറുണ്ട്. എല്ലാ ദിവസവും വചനം ഉരുവിടാനായിട്ട് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പഠിക്കുന്ന സമയങ്ങളിലെല്ലാം എല്ലാ ദിവസവും ദൈവവചനം വായിക്കണം, അതിനുശേഷമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെ ഒത്തിരിയേറെ ദൈവസ്നേഹത്തെക്കുറിച്ചൊക്കെ ഞാൻ ക്ലാസ്സിൽ അവർ മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. സിസ്റ്റർ വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. കാരണം നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ രീതിയിൽ ദൈവസ്നേഹത്തെ പറ്റിയിട്ട് മാക്സിമം ക്ലാസ്സുകളിലൊക്കെ പറയാന്നുള്ളത്. സോ നല്ലൊരു പ്രാക്ടീസാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓരോ മധ്യസ്ഥന്മാർ നമ്മൾ ഓരോ ആവശ്യത്തിനാണ് നമ്മൾ അല്ലേ, നമുക്ക് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരെ സമീപിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അന്തോണീസ് പുണ്യാളനെ സമീപിക്കുന്നത് എന്ത് കാര്യം പറഞ്ഞിട്ടാണ്? എൻ്റെ പൊന്നു ഫുള്ള് കൈപ്പൊക്കി. ഇതിലിപ്പോൾ ആരെ ഞാൻ സെലക്ട് ചെയ്യും? നിങ്ങൾക്ക് ഞാൻ കൈപ്പൊക്കിയവർ 1-2 പേരുണ്ട്. സമ്മാനം കിട്ടാത്ത കൈപ്പൊക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിയ. ഇതുവരെ സമ്മാനം കിട്ടാത്ത അവിടെ ഒരു കുട്ടി കൈപ്പൊക്കിയിട്ടുണ്ട്. വരൂ ഫ്രണ്ടിലേക്ക് വരൂ. എന്തിനാണ് നമ്മളെപ്പോഴും അന്തോണീസ് പുണ്യാളോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഒരു പ്രത്യേക നിയോഗമൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ്? കാണാതായ സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടി. കാണാതായ സാധനങ്ങൾ തിരിച്ചു കിട്ടാനായിട്ടാണ്. ശരിയാണോ? ശരിയല്ലേ? അപ്പൊ നല്ലൊരു ഐഡിയ കൊടുത്തൂടെ? പേരെന്തായിരുന്നു? ഡെൽനയാണ് ഉത്തരം പറഞ്ഞത്. ഞാൻ ഇതേ വിഷയം നമ്മുടെ വികാരിയച്ഛനായിട്ട് ഒന്ന് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യം, കാണാതായ സാധനങ്ങൾ മാത്രമല്ല കാണാതായ ആളുകളെയും നമുക്ക് അന്തോണീസ് പുണ്യാളനോട് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് പെട്ടെന്ന് അത് നടത്തി തരുന്നുള്ള കാര്യം അച്ഛനത് ഓർമ്മിപ്പിച്ചു. അതെനിക്കും ഈ ഒരു അനുഗ്രഹമായിട്ട് മാറി. ഇനിയിപ്പോൾ ഡെൽനയ്ക്ക് ആരാണ് സമ്മാനം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ കൺഫ്യൂഷൻ. അപ്പോൾ ഡെൽനയ്ക്ക് സമ്മാനം കൊടുക്കാനായിട്ട് വീണ്ടും വികാരിയച്ഛനെ എത്രയും സ്നേഹത്തോട് കൂടിയിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
താങ്ക് യു ഫാദർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ദൈവസ്നേഹത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ദൈവസ്നേഹം എന്നുള്ളത് നമുക്ക് പല രീതിയിൽ അറിയാൻ പറ്റും. കാരണം നമ്മളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ സ്നേഹത്തിൽ കുറച്ച് സഹനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടി നിങ്ങൾ തിരിച്ചറിയണം. കാരണം നിങ്ങൾക്കാർക്കും സഹിക്കാൻ പറ്റാത്ത ആ സഹനം ആര് സഹിച്ചു? ഈശോ. എന്നിട്ട് ആ ദൈവസ്നേഹം നമുക്ക് കാണിച്ചു തന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈശോ കുരിശിൽ, അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഈ ഒരു എനർജിയോട് കൂടിയിട്ട് സൺഡേ ചാറ്റ് ഇനിയും മറ്റിടവുകളിലേക്ക് വരുന്നതായിരിക്കും. അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ. ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. മക്കളെ, ഏഞ്ചൽ ഓഫ് ഹോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത് ഒരു വളരെ പ്രധാനപ്പെട്ട ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ്. അതുകൊണ്ട് മക്കളെല്ലാവരും വാ, നമുക്കൊന്നിച്ചിരുന്ന് നമുക്ക് ഈ പരിശുദ്ധ കുർബാനയെ പറ്റി ചിന്തിക്കാം. ആർ യു റെഡി? യെസ്. ഓക്കെ, നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ രാവിലെ അല്ലേ, നമ്മളിങ്ങനെ കണ്ണൊക്കെ തിരുമ്മി കോട്ട് വായൊക്കെ ഇട്ട് നമ്മൾ അടുക്കളയിലേക്ക് വരുമ്പോൾ അമ്മ ഭക്ഷണമൊക്കെ ഒരുക്കി കാത്തിരിക്കും അല്ലേ? പ്രാതലൊരുക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി കാത്തിരിക്കും. അതുപോലെയാണ് സ്വർഗത്തിലെ അപ്പൻ നമുക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, നമ്മൾ രാവിലെ എല്ലാം ഓട്ടമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് മടുത്ത് തളർന്ന് നമ്മൾ അവശരായിട്ട് വീട്ടിൽ വരുമ്പോൾ വീണ്ടും അമ്മ അത്താഴം ഒരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കും. അതുപോലെയാണ് നമ്മുടെ ഈശോ. ഓക്കെ, പ്രാതലൊരുക്കിയും അത്താഴമൊരുക്കിയും നമ്മളെ സ്വന്തമാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നല്ലവനായ ഒരു ദൈവം. ഓക്കെ മക്കൾ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു വൈദികൻ്റെ കയ്യിലിരിക്കുന്ന അപ്പം കണ്ടിട്ടുണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സിസ്റ്റർ കൊണ്ടുവന്നതാണ്, ആശീർവദിച്ചതല്ല, കവർ ചെയ്യുന്നെടുത്ത അപ്പം. അപ്പോൾ വിചാരിക്കുക, ഒരു മിനിറ്റ് മുമ്പ് വൈദികൻ്റെ കയ്യിലിരുന്ന അപ്പം ആ മിനിറ്റിന് ശേഷം രൂപം മാറാതെ, വലിപ്പം മാറാതെ, ടേസ്റ്റ് മാറാതെ, ആകൃതി മാറാതെ അത് ദൈവത്തിൻ്റെ ശരീരമായി മാറുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഇതല്ലേ? ഇതിനെക്കാട്ടിലും വലിയ അത്ഭുതം ലോകത്തിലുണ്ടോ? ഒരു വലിയ അപ്പൻ ഒരു നിസ്സാരമായ ഒരു കുഞ്ഞു, ഒരു നല്ലൊരു ഫാൻ ഇട്ടാൽ എന്താ പറന്നു പോവും. അത്രയും ചെറു കാറ്റിൽ പറക്കാൻ പാകത്തിൽ ചെറുതായി ഈ അപ്പം. ഒരു കാര്യം ഓർക്കണം, ഈ ചെറിയ അപ്പത്തിന് വലിയൊരു കൊടുങ്കാറ്റിനെ ശാന്തമാക്കാനുള്ള ശക്തിയുണ്ട്, പവറുണ്ട്. അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം വേറിട്ട് നിൽക്കുന്ന ദൈവമാണ് അല്ലേ? നിയമാവർത്തനം 4:7 നമ്മൾ കണ്ടിട്ടില്ലേ? നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ സമീപസ്ഥനാകുന്ന ദൈവം. ഇതിനേക്കാൾ വലിയൊരു ശ്രേഷ്ഠ ജനതയുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ അത്രമാത്രം പ്രിവിലേജ്ഡാണ് നമ്മൾ അഭിമാനിക്കണം ഈശോ നമ്മുടെ അപ്പനായി അപ്പമായി കൂടെയായിരിക്കുന്നതിൽ. ഓക്കെ, പണ്ട് ആട്ടിടയന്മാർ ഓർമ്മയുണ്ടോ? ഡിസംബറിൽ നമ്മൾ ആഘോഷിക്കാറുണ്ടല്ലോ ഈശോയുടെ ജന്മദിനം. അപ്പോൾ ആട്ടിടയന്മാർ ഈശോ ജനിച്ചപ്പോൾ കാണാൻ വരുന്നു. അപ്പോൾ എന്നാ, അവർ ഉണ്ണീശോയെ ദർശിച്ചു, കണ്ടു. അതുപോലെ ഇന്ന് വൈദികൻ്റെ കൈവെള്ളയ്ക്കിൽ ഇരിക്കുന്ന ആ ദൈവത്തെ നമ്മൾ കാണുന്നു. ഓക്കെ, നമ്മൾ ഏത് ജനറേഷനായാലും ഏത് പ്രായമായാലും നമ്മളും അതുപോലെ അന്ന് ആട്ടിടയന്മാർ കണ്ടതുപോലെ നമ്മളും കാണുന്നു. ഓക്കെ, ഇനി അടുത്തത്, നമുക്കറിയാം പൗരസ്ത്യ ദേശത്തിൽ നിന്ന് എത്ര പേരാണ് വന്നത്? 3 രാജാക്കന്മാർ അല്ലേ? ഈ 3 രാജാക്കന്മാർ വന്നപ്പോൾ പരിശുദ്ധ അമ്മ എന്ത് ചെയ്തായിരിക്കും? സാധാരണ അമ്മ കുഞ്ഞിനെ എടുത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അവർ ആരാധിച്ചു, വണങ്ങി എന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ വൈദികൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ തരുന്നില്ലേ? നമ്മുടെ നാവിൽ തരുന്നു അല്ലേ? നമ്മുടെ കയ്യിൽ ഇരിക്കാനും നമ്മുടെ നാവിൽ അലിയാൻ പാകത്തിൽ ക്രിസ്തു നമുക്ക് ദർശനമായി വരുന്നു അല്ലേ? നമുക്ക് കാണാൻ പറ്റുന്നു, നമുക്ക് കൈവെള്ളയ്ക്കുള്ളിലാകുന്നു. അന്ന് അവരെടുത്തതുപോലെ നമ്മളും ഇന്ന് കയ്യിലെടുക്കുന്നു. ഓക്കെ, ഇനി ഈശോയെ എന്താ ചെയ്തു? ഈശോ വളർന്നു വലുതായി. ആ പീഡാസഹനത്തിന് കുരിശിൽ മരിക്കുമ്പോൾ എന്താ മക്കളെ സംഭവിച്ചത്? കുരിശിലേക്ക് 2 മരക്കഷ്ണം ചേർത്ത് വെച്ച് ഈശോയെ ഉയർത്തി അല്ലേ? ഈശോ നമ്മുടെ ദൈവം. അപ്പോൾ ഈശോ ഇങ്ങനെ കുരിശിൽ കിടക്കുമ്പോൾ എടുത്തു ഉയർത്തി. ഇതുപോലെ കണ്ടിട്ടില്ലേ വൈദികൻ നമുക്ക് വേണ്ടി ഇങ്ങനെ എടുത്തുയർത്തുന്നേ? ഇങ്ങനെ ഉയർത്തുന്നു അല്ലേ വൈദികൻ? അപ്പോൾ എന്നാ ചെയ്യണേ? ഈ നമ്മൾ കാണാൻ വേണ്ടി അന്ന് അവർ കണ്ടു, ഇന്ന് നമുക്ക് വേണ്ടി എടുത്തുയർത്തുന്നു. അപ്പം മക്കളെ, അതുകൊണ്ട് വൈദികൻ ഇങ്ങനെ വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ എടുത്തുയർത്തുമ്പോൾ ഉടനെ നിങ്ങൾ താഴെ കുമ്പിടരുത്. നമ്മളെ കാണാൻ വേണ്ടിയാണ് വൈദികൻ എടുത്തുയർത്തുന്നത്. അപ്പം ഈശോയെ നോക്കണം, ഈശോയെ ആരാധിക്കണം. എന്നിട്ട് വൈദികൻ താഴ്ത്തുമ്പം നമ്മളും കുമ്പിട്ട് ആരാധിക്കണം. ഓക്കെ, ഇനി മുതൽ ചെയ്യൂലല്ലേ? ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ഈ കുരിശിൽ ഇങ്ങനെ മുകളിൽ കർത്താവ് കിടക്കുമ്പോൾ ചുറ്റും നിന്നവർക്ക് ഈശോ ക്ഷമിച്ചു അല്ലേ, ദൈവമേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയത്തില്ല, ഇവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ വൈദികൻ എടുത്തുയർത്തുമ്പോൾ ഈശോ ആണല്ലോ അല്ലേ, യഥാർത്ഥ ഈശോ ഒക്കെ ജീവനുള്ള ഈശോ. അപ്പോൾ ഈശോ ചുറ്റും നിൽക്കുന്ന വിശ്വാസികളായ, വിശ്വാസത്തോടെ ആദരവോടെ നിൽക്കുന്ന നമ്മുടെ പാപങ്ങളും എടുത്തുയർത്തുന്ന ക്രിസ്തു എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നു. ഓക്കെ, അതുപോലെ അപ്പോൾ എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ഇനി മുതൽ മക്കളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അലസമായി നിൽക്കരുത്. ഈശോയെ ചേർത്ത് പിടിക്കണം, ഈശോയെ വിശ്വസിക്കണം. ഇനി അഥവാ വിശ്വാസം ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സിസ്റ്റർ ടെക്നിക്ക് പറഞ്ഞേട്ടെ, ചെയ്യുക. പ്രോമിസ്? ഓക്കെ, പ്രോമിസ്. അതുണ്ടല്ലോ, നമുക്ക് സാധാരണഗതിയിൽ കുഞ്ഞു മക്കൾക്ക് ചിലപ്പോൾ ഇച്ചിരി ഉറക്കമായിരിക്കും, വരണ്ടെന്നുള്ള തോന്നലായിരിക്കും, ഒരു ഉഷാറൊന്നും കാണില്ല അല്ലേ. ഓക്കെ, എല്ലാവർക്കും അല്ല, ചിലവർക്കെങ്കിലും കാണും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഇങ്ങനെ ഒരു ഒരു ആവേശമൊന്നും വരാത്തവർ വിചാരിക്കണം, നിങ്ങളിങ്ങനെ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുമല്ലോ, ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, സ്റ്റെപ്പ് കയറിയായിരിക്കുമല്ലോ പള്ളി പോകുന്നത്. അപ്പം വിചാരിക്കുക, ആ വലിയ വാതിലിൻ്റെ അടുത്ത് പരിശുദ്ധ അമ്മ വായോ മക്കളെ വായോ, വാ അമ്മയുണ്ട് കൂടെ എന്നിങ്ങനെ കാത്ത് നിൽക്കുന്ന അമ്മയെ മനസ്സിൽ കാണണം. എന്നിട്ട് ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ വിചാരിക്കാം പരിശുദ്ധ അമ്മ കൈ പിടിച്ച്, കുഞ്ഞു പിള്ളേരെ അമ്മമാരിങ്ങനെ കയറ്റി പപ്പയൊക്കെ കൊണ്ടുപോകണം കണ്ടിട്ടില്ലേ, അതുപോലെ അമ്മ കൈ പിടിച്ച് എന്നെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഈ വിശുദ്ധ കുർബാന ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഭക്തിയോടെ കാണാൻ എന്നെ ഒന്ന് സഹായിക്കണേ അല്ലേ. നമ്മുടെ അമ്മയല്ലേ, അമ്മ സഹായിക്കുക. അമ്മേരെ കൈപിടിച്ച് പോകണം, ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ആവേശത്തോടെ ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധ അമ്മ സെറ്റാക്കി തരും. ഓക്കെ, അപ്പം പ്രാർത്ഥിക്കണം, അപ്പം നമുക്കൊരു ആഗ്രഹം വരും. അപ്പോൾ ഇത് പഠിച്ചല്ലോ. ഇനി ഒരു കാര്യം കൂടി മക്കൾക്ക് പറഞ്ഞു തരാം. ഇത് എന്തായിരിക്കും കണ്ടിട്ടില്ലേ പള്ളിയിൽ വിശുദ്ധ ബലിക്കൊക്കെ ഉപയോഗിക്കണേ. അപ്പോൾ ഇതിന് ധൂപക്കുറ്റി എന്നാണ് പറയുന്നത് അല്ലേ. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ദിവ്യബലിയിൽ ഒത്തിരി പ്രതീകങ്ങളുണ്ട് കേട്ടോ, സൈൻസും സിമ്പിൾസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ധൂപക്കുറ്റി എന്നാണ് പറയണത്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് ഇതിനൊരു പ്രതീകമാണ്, കണ്ടോ ചങ്ങല. അപ്പോൾ ഈ 3 ചങ്ങല കാണിക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഓക്കെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ശ്രദ്ധയോടെ ഇരിക്കണം. ഇനി അടുത്ത് ഇതിന് 2 തട്ടുകളുണ്ട്, മേൽത്തട്ടും താഴ്ത്തട്ടും. മേൽത്തട്ട് സ്വർഗം, താഴ്ത്തട്ട് ഭൂമി. പിടികിട്ടിയോ? ഇനി ഇതിനകത്ത് നമ്മൾ കുന്തിരിക്ക ഇടും അല്ലേ. ഈ കുന്തിരിക്കം കാണിക്കുന്നത് വിശ്വാസികളായ പാപികളായ നമ്മളാണ്. ഓക്കെ, ഇനി എന്നാ ചെയ്യണത്? ഇതിൽ കുറച്ച് കുന്തിരിക്ക ഇട്ടതിന് ശേഷം തീ കത്തിക്കും. അപ്പോൾ തീ കത്തിക്കുമ്പം നമ്മൾ പാപികളായ നമ്മളെ ജ്വലിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്, അഗ്നിയല്ലേ. ആ കുന്തിരിക്ക ഇട്ട് കത്തിച്ച കനൽ കരിക്കട്ട തീക്കട്ടയായി മാറും തീയിടുമ്പോൾ, അത് പരിശുദ്ധാത്മാവ്. ഇനി കുന്തിരിക്ക ഇടുമ്പോൾ നല്ല പരിമളമായിരിക്കും അല്ലേ. ഈ പരിമളം വിശ്വാസികളുടെ പ്രാർത്ഥനകളാണ്. ഈ പരിമളം ഇങ്ങനെ പൊങ്ങിപ്പോകുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനകളും നമ്മളെ ഹൃദയവും ഇങ്ങനെ ദൈവത്തിങ്കിലേക്ക് പൊങ്ങണം. ഓക്കെ, അപ്പോൾ അതാണ് ഇത് അർത്ഥമാക്കുന്നത്. പിന്നെ ഇതിന് 3 കാരണങ്ങളുണ്ട് ഇത് ഉപയോഗിക്കാൻ. 3 ടൈമിൽ ഉപയോഗിക്കുക, അതറിയാവോ? ഇപ്പോൾ ലത്തീൻ ക്രമത്തിൽ വിശുദ്ധ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ വരുമ്പോൾ ഉപയോഗിക്കും, സുവിശേഷ വായനയ്ക്ക് മുമ്പ് ഉപയോഗിക്കും, കാഴ്ചവെപ്പിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഇത് ഉപയോഗിക്കും. ഓക്കെ, ഇനി ഇത് 3 കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. 1 ദൈവത്തോടുള്ള ആദരവ്, 2 നമ്മുടെ വിശുദ്ധീകരണം, 3 നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഉയരുന്നു. അപ്പം പിടികിട്ടിയല്ലോ. അപ്പം മക്കളെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങി പോകണം. ബാക്കി കാര്യങ്ങളൊക്കെ സിസ്റ്റർ പിന്നാലെ അടുത്ത എപ്പിസോഡിൽ പറയാം. ഉണ്ടാവില്ലേ കൂടെ? ഓക്കെ, ഉണ്ടാവുമെന്ന് സിസ്റ്ററിന് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് ഇത് മനസ്സിലായല്ലോ. അന്ന് ഉണ്ണീശോ എടുക്കുന്ന പോലെയാണിത്, ഉണ്ണീശോയെ കണ്ടതുപോലെയാണ്, അനുഭവിച്ചതുപോലെയാണ് ഇന്നും നമ്മൾ ക്രിസ്തുവിനെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹമില്ലെങ്കിൽ ആരോട് പറയണം? പരിശുദ്ധ അമ്മയോട് പറയണം. പുത്രനെ സ്നേഹിക്കാൻ, ആരാധിക്കാൻ പഠിപ്പിക്കണേ. 3-മത്തത് ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇനി മുതൽ ധൂപിക്കുമ്പോൾ മക്കൾ ഓർത്തേക്കണം, ഈ കുഞ്ഞറിവ് അമ്മയ്ക്കും പപ്പയ്ക്കും കൂട്ടുകാർക്കും പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കില്ലേ? നോക്കട്ടെ. അപ്പോൾ ഈശോ, ദിവ്യകാരുണ്യ ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.